ശശി തരൂർ മോദി സർക്കാരിനെ പുകഴ്ത്തുമ്പോൾ കോൺഗ്രസുകാർക്ക് മിണ്ടാട്ടമില്ല. മണിശങ്കർ അയ്യർ കേരള വികസനത്തെ പുകഴ്ത്തിയപ്പോൾ നേതാക്കളുടെ വക അധിക്ഷേപവും തെറിവിളിയും. അതെന്താ അങ്ങനെ ഒരു ടോക്ക്? BJPയോട് അത്രയ്ക്കും സ്നേഹമാണോ ഈ പറയുന്ന കോൺഗ്രസിന്? ഒരു വശത്ത് കോൺഗ്രസ് പാർട്ടി നേതാവായ ശശി തരൂർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയങ്ങളെ പുകഴ്ത്തുമ്പോൾ പാർട്ടി നേതൃത്വം മൗനം പാലിക്കുന്നു. മറുവശത്ത് മറ്റൊരു മുതിർന്ന നേതാവായ മണിശങ്കർ അയ്യർ കേരളത്തിലെ വികസന മാതൃകയെ പ്രശംസിക്കുമ്പോൾ രൂക്ഷമായ അധിക്ഷേപവും. കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പും BJP സ്നേഹവുമാണ് ഇതിലൂടെ പുറത്തു വന്നതെന്നാണ് സോഷ്യൽ മീഡിയയും ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. കോൺഗ്രസ് MPയായ ശശി തരൂർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നയങ്ങളെയും നേതൃത്വത്തെയും പലതവണയാണ് പുകഴ്ത്തിപ്പാടിയിട്ടുള്ളത്. തരൂരിന്റെ ഇത്തരം പ്രശംസകൾക്ക് പാർട്ടി നേതൃത്വത്തിൽ നിന്ന് ശക്തമായ പ്രതികരണമൊന്നും ഉണ്ടാകാറുമില്ല. പാർട്ടിക്ക് എന്നെ ആവശ്യമില്ലെങ്കിൽ മറ്റു ഓപ്ഷനുകളുണ്ട് എന്നാണ് തരൂർ പറയുന്നത്. തരൂരിന്റെ പ്രശംസകൾ പലപ്പോഴും ദേശീയ തലത്തിലുള്ളതാണ്. മോദിയുടെ വിദേശ നയവും സാമ്പത്തിക പരിഷ്കാരങ്ങളും തരൂർ വാനോളം പുകഴ്ത്താറുമുണ്ട്. കോൺഗ്രസ് ദേശീയ തലത്തിൽ BJPയുടെ എതിരാളിയാണെങ്കിലും തരൂരിന്റെ പദവിയും അന്താരാഷ്ട്ര പ്രതിച്ഛായയും കണക്കിലെടുത്ത് പാർട്ടി മൗനം പാലിക്കുന്നതാണ് പതിവ്. തിരുവനന്തപുരത്ത് നടന്ന വിഷൻ 2031 ഡെവലപ്മെന്റ് ആൻഡ് ഡെമോക്രസി എന്ന അന്താരാഷ്ട്ര സെമിനാറിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് മണിശങ്കർ അയ്യർ കേരളത്തിന്റെ പഞ്ചായത്ത് രാജ് മാതൃകയെ പ്രശംസിച്ചത്. ഗാന്ധിജി വിഭാവനം ചെയ്ത പുരോഗതി ഉണ്ടായ ഏക സംസ്ഥാനം കമ്മ്യൂണിസ്റ്റ് ഭരണമുള്ള കേരളമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാകുമെന്നും അദ്ദേഹം പ്രവചിച്ചു. പ്രശംസയോട് കോൺഗ്രസ് നേതൃത്വം ശക്തമായാണ് പ്രതികരിച്ചത്. അവർക്കത് പിടിച്ചില്ല എന്ന് തന്നെ വ്യക്തമായി പറയാം. പാർട്ടിക്ക് അയ്യരുമായി യാതൊരു ബന്ധവുമില്ലെന്നും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ വ്യക്തിപരമാണെന്നും പറഞ്ഞ് അതെല്ലാം തള്ളിക്കളഞ്ഞു. സംസ്ഥാന സർക്കാരിനെ പുകഴ്ത്തിയതോടെ മണിശങ്കർ അയ്യരെ അലവലാതി എന്ന് വിളിച്ചാണ് KPCC വക്താവ് ജിൻഡോ ഷോൺ അധിക്ഷേപിച്ചത്. അധിക്ഷേപിക്കാനുള്ള മര്യാദ അദ്ദേഹത്തിന്റെ അലവലാതി തരമെന്ന് തന്നെ പറയണം. മിണ്ടാതിരിക്കാനുള്ള വകതിരുവെങ്കിലും മണിശങ്കറിന് വേണമെന്നും മണിശങ്കർ അയ്യരാണ് തെറ്റെന്നുമാണ് ജിൻഡോ ഫേസ്ബുക്കിൽ പറഞ്ഞത്. സ്ഥലകാല വിഭ്രമത്തിന് മണിശങ്കർ അയ്യർ മരുന്ന് വാങ്ങിക്കണമെന്നും നെല്ലിക്കാത്തളം നല്ലതാണെന്നും ജിൻഡോ അധിക്ഷേപിച്ചു. ഇതിനൊന്നും അയ്യർ മറുപടി കൊടുത്തിട്ടില്ല. മറുപടി കൊടുക്കേണ്ട കാര്യമില്ലെന്ന് അയ്യറിനറിയാം. കാരണം ബുദ്ധിയുള്ളവരോട് സംസാരിച്ചിട്ട് കാര്യമുള്ളൂ എന്നാണ് അയ്യരുടെ നിലപാട്. ഭാരതീയ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ പാരമ്പര്യമുള്ള പ്രസ്ഥാനം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി പുറത്തുനിന്നുള്ള ശത്രുക്കളൊന്നുമല്ല, മറിച്ച് അകത്തു നിന്നുള്ള പടലപ്പിണക്കങ്ങളും അധികാര കേന്ദ്രീകരണവുമാണെന്ന് ഒരിക്കൽ കൂടി വ്യക്തമായിരിക്കുകയാണ്. മണിശങ്കർ അയ്യരുടെ വിമർശനത്തിന്റെ പ്രധാന കുന്തമുന നീണ്ടത് KC വേണുഗോപാലിന് നേരെയാണ്. KC വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുടെ ഗുണ്ട മാത്രമാണ് എന്ന അയ്യരുടെ പ്രയോഗം രാഷ്ട്രീയ കേരളത്തെയും ഡൽഹിയിലെ AICC ആസ്ഥാനത്തെയും ഒരുപോലെ ഞെട്ടിച്ചു. ഒരു മുതിർന്ന നേതാവ് തന്റെ സഹപ്രവർത്തകനെതിരെ ഇത്തരം ഒരു പദപ്രയോഗം നടത്തുമ്പോൾ അത് പാർട്ടിയിലെ അധികാര ശ്രേണിയോടുള്ള കടുത്ത അമർഷമാണ് വെളിപ്പെടുത്തുന്നത്. KC വേണുഗോപാലിനെ അഭിനവ സർദാർ വല്ലഭായ് പട്ടേൽ ആക്കാൻ ശ്രമിക്കുന്നവരുടെ തലച്ചോർ പരിശോധിക്കണമെന്ന അയ്യരുടെ പരിഹാസം ഡൽഹിയിലെ അധികാര ഇടനാഴികളിൽ വേണുഗോപാൽ നടത്തുന്ന അമിതമായ ഇടപെടലുകളെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ്. പാർട്ടിയെ നയിക്കേണ്ടത് സംഘടനാ ശേഷിയുള്ളവരാകണം, അല്ലാതെ വെറും സ്തുതിപാഠകരാകരുത് എന്ന സന്ദേശമാണ് ഇതിലൂടെ അദ്ദേഹം നൽകുന്നത്. രാഹുൽ ഗാന്ധിക്കും താഴെ തട്ടിലുള്ള പ്രവർത്തകർക്കും ഇടയിൽ ഒരു അദൃശ്യ മതിൽ തീർക്കാൻ വേണുഗോപാൽ ശ്രമിക്കുന്നുവെന്ന ഗൗരവതരമായ ആരോപണമാണ് ഇതിലൂടെ ഉയരുന്നത്. വേണുഗോപാൽ എന്ന പവർ സെന്റർ പാർട്ടിയുടെ സ്വാഭാവികമായ വളർച്ചയെ തടയുന്നു എന്ന പരാതി നേരത്തെ തന്നെ പല മുതിർന്ന നേതാക്കൾക്കും ഉണ്ടായിരുന്നുവെങ്കിലും അത് ഇത്രയും പരസ്യമായി വിളിച്ചു പറയാൻ അയ്യർ കാണിച്ച ധൈര്യം കോൺഗ്രസിനുള്ളിൽ വലിയ ചർച്ചകൾക്ക് വഴിമരുന്നിട്ടിരിക്കുകയാണ്. തരൂരിന് വ്യക്തമായ വ്യക്തിത്വമില്ലെന്നും സാഹചര്യങ്ങൾക്കനുസരിച്ച് നിലപാടുകൾ മാറ്റുന്ന വ്യക്തിയാണെന്നുമുള്ള അയ്യരുടെ നിരീക്ഷണം തരൂരിന്റെ അനുയായികളെയും ചൊടിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ വിഷൻ 2031 പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അയ്യർ നടത്തിയ പ്രസംഗം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കി. കേരളത്തിൽ കോൺഗ്രസ് ജയിക്കണമെന്നാണ് തന്റെ ആഗ്രഹമെങ്കിലും
പ്രായോഗികമായി അത് സാധ്യമല്ലെന്ന് അദ്ദേഹം തുറന്ന് സമ്മതിക്കുന്നുണ്ട്. മണിശങ്കർ അയ്യരുടെ ഈ വെളിപ്പെടുത്തലുകൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ആത്മപരിശോധനയ്ക്കുള്ള സമയമാണ്. കെ.സി. വേണുഗോപാലിനെ പോലെയുള്ള ഒരു ഉന്നത നേതാവിനെ ഇത്രയും പരസ്യമായി വിമർശിക്കുന്നത് പാർട്ടിയിൽ ഒരു വലിയ മാറ്റം അനിവാര്യമാണ് എന്നതിന്റെ സൂചനയാണ്. നേതാക്കൾ പരസ്പരം പാരവെക്കുന്ന പ്രവണത അവസാനിപ്പിച്ചില്ലെങ്കിൽ കേരളത്തിലും ദേശീയ തലത്തിലും കോൺഗ്രസിന്റെ പ്രസക്തി ഇല്ലാതാകുമെന്ന് അയ്യർ പറയാതെ പറയുന്നുണ്ട്. സ്വന്തം പാർട്ടിയെയും നേതാക്കളെയും പരസ്യമായി വിചാരണ ചെയ്യുന്ന മണിശങ്കർ അയ്യർ സത്യത്തിൽ കോൺഗ്രസിന്റെ കണ്ണു തുറപ്പിക്കാനാണോ അതോ കൂടുതൽ കുഴപ്പത്തിലേക്ക് തള്ളാനാണോ ശ്രമിച്ചതെന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. എന്തായാലും കെ.സി. വേണുഗോപാലിന്റെ നേതൃത്വത്തിനെതിരെ പാർട്ടിക്കുള്ളിൽ പുകയുന്ന അമർഷം ഈ പ്രസ്താവനയോടെ പുകഞ്ഞ് പുറത്ത് ചാടിയിരിക്കുകയാണ്. ഒരു പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിന് ഇനി മുന്നോട്ടു പോകണമെങ്കിൽ ഈ ആഭ്യന്തര കലാപങ്ങൾ അവസാനിപ്പിച്ചേ മതിയാകും.